കോഴിമുട്ട ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഏറ്റവും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, കോഴിമുട്ട തോരൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് വെറൈറ്റിയാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ. ഇനി ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയ്ക്കുള്ള അളവുകളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഒരു 1/2 കപ്പ് തേങ്ങ നാളികേരം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 7-8 കുരുമുളകും കൂടി ചേർക്കുക കേട്ടോ. കുരുമുളക് കാരണം നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. കറിവേപ്പില ചേർത്തോളൂ. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ. അടുത്തതായി നമുക്ക് ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് വറ്റൽമുളക് ചൂടാക്കാൻ വെച്ചിട്ടു കേട്ടോ. ഇനി കടുക് അല്പം ചേർക്കാം. നാളികേരം തിരുമ്മിയതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, ഓൾറെഡി ഉണ്ടെങ്കിൽ, ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തോരൻ കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. കറിവേപ്പില ചേർക്കണം. എന്നിട്ടൊരു 1 ടേബിൾ സ്പൂൺ സവാള കൊത്തിയരിഞ്ഞത്, അതിൽ കൊച്ചുള്ളി കൊത്തിയരിഞ്ഞിട്ട് ഒരു പച്ചമുളക് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്തിട്ട്, ഇഞ്ചി കൊത്തിയരിഞ്ഞും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ചെറിയതായിട്ടൊന്ന് ചെറിയൊരു കളർ വ്യത്യാസം വരണം കേട്ടോ, അതുവരെ വഴറ്റാൽ മതി. ഒത്തിരി ഇങ്ങോട്ട് മൂപ്പിക്കണ്ട. എന്നിട്ട് തേങ്ങ ഗ്രേറ്റ് ചെയ്തും കൂടി ചേർക്കുക. നാളികേരം ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് നല്ല മരുന്ന് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കുക. 1 മിനിറ്റ് ചൂടായില്ലേ, ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി. എന്താ നോക്കാം. മുട്ട അങ്ങോട്ട് ഇത് മാരി ഒന്ന് പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കുക അല്ലേ. 2 മുട്ട എടുത്തിട്ട് ഇത് മാരി പൊട്ടിച്ചങ്ങോട്ട് ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണേ. പൊട്ടിച്ചൊഴിച്ച ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊള്ളണം കേട്ടോ. നല്ല തേങ്ങയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തേക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ചൂടാക്കാൻ. ഇതും ഒന്ന് നല്ല മാതിരി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. എനിക്കറിയാം ചില ആൾക്കാർക്ക് ഈ മുട്ടയുടെ മഞ്ഞക്കൊരു ഇഷ്ടമല്ല. അങ്ങനെ ഉള്ളവർക്ക് ഇത് നല്ലൊരു സൊല്യൂഷനാണ്. നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞ് നല്ല നാടൻ പരിപ്പും മുട്ട തോരൻ ചേർത്ത് ചോറിനാൻ എന്ത് രസമാണെന്നറിയാവോ. നാടൻ പരിപ്പും മുട്ട തോരൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അത്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ എഴുതിയേക്കണേ. ഇനി മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഓക്കെ, ബൈ.